ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നശിച്ചു പോകുന്ന ആഹാരമുണ്ട്. നശിച്ചു പോകുന്നതിന് വേണ്ടി ആഹാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ശരീരത്തിന് ജീവനുള്ളത് കൊണ്ട് നാം ശാരീരികമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, പാനീയങ്ങൾ കഴിക്കുന്നുണ്ട്, അതിന് രോഗം വരുമ്പോൾ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നശിച്ചു പോകുന്ന ഈ ശരീരത്തിന് വേണ്ടി നാം നാശത്തിലേക്ക് പോകുന്ന ശരീരമാണെങ്കിലും അതിനെ ഈ ഭൂമിയിൽ കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. നശിച്ചു പോകുന്ന ആഹാരമാണ് നാം ഈ ഭൂമിയിലെ ശരീരത്തിന് കൊടുക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ ശാരീരികമായ ജീവിതത്തിന് നമുക്ക് ആഹാരം ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരമുണ്ട് എന്ന്. ഒരു മനുഷ്യന് നിത്യജീവനിൽ നിലനിൽക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുക്രിസ്തുവിൻ്റെ വചനമാകുന്ന ആ ശക്തിയാർന്ന ആത്മീക പോഷണം നമുക്ക് കൂടിയേ കഴിയൂ. നാം അനേകരും ചിന്തിക്കുന്നത്, ഈ ഭൂമിയിൽ നമുക്ക് ജീവനുണ്ട്, നാം ചലിക്കുന്നുണ്ട്, നാം ലോകത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ആത്മീയമായ ജീവനുണ്ടോ എന്ന് പലപ്പോഴും പലരും ചിന്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നാം ഈ തിരുവചനമെല്ലാം കൂടെ കൂടെ കേൾക്കുമ്പോൾ, കൂട്ടായ്മകൾ വരുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഹൃദയത്തോട് വാദിക്കുമ്പോൾ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, എനിക്ക് നിത്യജീവനുണ്ടോ? ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്നാൽ ഈ മൺകൂടാരം വിട്ട് കടന്നു പോകുമ്പോൾ ദൈവരാജ്യത്തിൽ ഞാൻ എത്തുമോ? യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഞാൻ എത്തുമോ? വിശുദ്ധന്മാർ വസിക്കുന്ന ആ സ്വർഗീയ പറുദീസയിൽ ഞാൻ എത്തുമോ എന്നുള്ള ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. നാം വചനമെല്ലാം കേൾക്കുന്നുണ്ട്, ആത്മീയരെന്ന് നമുക്ക് പുറമേ പേരുണ്ടെന്നാൽ നാം നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ലാക്കും ലക്ഷ്യവും നിത്യതയാണോ, നിത്യജീവനാണോ? അതോ ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മാത്രമാണോ നാം ലാക്കും ലക്ഷ്യവും വെച്ച് ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ്. ആഹാരം വേണം, വസ്ത്രം വേണം, ജീവിതത്തിന് പണം വേണം, രോഗം വന്നാൽ ചികിത്സ വേണം, മക്കളുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവരുടെ ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നോക്കണം. എന്നാൽ ഇതെല്ലാമാണോ നമ്മുടെ ലക്ഷ്യം? ഈ ലക്ഷ്യത്തോടെയാണോ നാം ആത്മീയ രംഗത്തോട് ചേർന്ന് നിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനോട് കൂടെ നടക്കുന്നുവെങ്കിൽ ഇതൊക്കെയും നമുക്ക് ആവശ്യമാണെന്ന് അറിയുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നാം പിൻപറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഭക്തനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നുവെന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഉറങ്ങിക്കിടക്കുമ്പോൾ എവിടെന്നെങ്കിലും കിട്ടുമെന്നാണ്? ഒരിക്കലുമല്ല. നാം അധ്വാനിക്കണം. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അധ്വാനമുണ്ട്, അധ്വാനം കൂടിയേ കഴിയൂ. അപ്പോസ്തലനായ പൗലോസ് പറയും, അധ്വാനിക്കുന്നവൻ ഭക്ഷണം കഴിക്കരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, നാം അലസരാണോ ഈ ലോകത്തിൽ? നാം അലസരായി നമ്മുടെ ജീവിതം തള്ളി നീക്കുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിലും നമുക്ക് ഉത്സാഹവും അത്യധ്വാനവും ആവശ്യമാണ്. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള കരുതലും, ആത്മാവിൽ എനിക്ക് യേശുക്രിസ്തുവിനോട് കൂടെ നിത്യജീവനിൽ പ്രിയപ്പെട്ടവരെ ദൈവം പ്രസാദിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി ജീവിക്കണമെന്നുള്ള ആ വലിയൊരു ദാഹം നമ്മെ ഭരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ ദാഹം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്? ശരീരത്തിന്റെ ആഹാരം നമുക്കറിയാം, നാം പലവിധമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ആഹാരം, പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനമാണ് മനുഷ്യന്റെ ആത്മാവിന്റെ പോഷണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, തിരുവചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും നാം കൂട്ടായ്മകൾ ആചരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിൽ നമുക്ക് പുതുക്കവും ചൈതന്യവും, പ്രിയപ്പെട്ടവരെ, ജീവനുള്ളവർക്ക് സമൃദ്ധിയായി ജീവനും ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം ഒറ്റയ്ക്ക്
യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവരാണോ? യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതാണോ? തിരുവചനം നാം ധ്യാനിക്കുന്നുണ്ടോ? തിരുവചനം നമുക്ക് ജീവനുള്ളതായി തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് ഒഴിച്ചുകൂടാത്ത ഒന്നായി നമ്മുടെ ജീവിതത്തിൽ മാറിയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം പലപ്പോഴും വേണ്ടതുപോലെ ഗൗരവം കൊടുക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ആത്മാവിന്റെ കാര്യം, നിത്യജീവന്റെ കാര്യം. പലരും ഇന്ന് ചിന്തിച്ചിരിക്കുന്നത്, ഈ ലോകത്തിലെല്ലാം ഉള്ളതുകൊണ്ട് യേശു എൻ്റെ കൂടെയുണ്ട്. ഞാൻ കൂട്ടായ്മയിൽ വന്നത് കഴിഞ്ഞപ്പോൾ എനിക്ക് ലോകപ്രകാരം അനേക അനുഗ്രഹങ്ങൾ കിട്ടി, എനിക്ക് ലോകത്തിൽ ഉന്നമനങ്ങൾ കിട്ടി, എനിക്ക് പല പുരോഗതികളുണ്ടായി, അതുകൊണ്ട് ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് ചിന്തിച്ചു പോകുന്നവരാണ് അനേകരും, പ്രിയപ്പെട്ടവർ. എന്നാൽ യേശു കൂടെയുണ്ടെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനം അതൊന്നുമല്ല, പ്രിയപ്പെട്ടവർ. കർത്താവ് കൂടെയുള്ളത് കൊണ്ടാണ് ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയതെന്ന് ഒരിക്കലും നാം ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയും, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകം പിശാചിന്റെ അവകാശമാണ്. യേശുക്രിസ്തുവിനെ പിശാച് പ്രലോഭിപ്പിച്ചതാണ്. കർത്താവിനോട് അവൻ പറഞ്ഞു, നീ ഒന്ന് എന്നെ നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് തരാമെന്ന്. പിശാച് പറഞ്ഞു, ഇതെല്ലാം എന്റെയാണെന്ന്. ഈ കാണുന്നതെല്ലാം, ഈ മായയായ ലോകമെല്ലാം എന്റെയാണ്. യേശുവെ, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന്. ദൈവമക്കളെ, യേശുവിനെ പ്രലോഭിപ്പിച്ച, യേശുവിന്റെ മുമ്പിൽ പരീക്ഷയുമായി ചെന്ന ആ പിശാചിന്റെ ലോകത്താണ് നാം ജീവിക്കുന്നത്. അവൻ നമ്മെയും പ്രലോഭിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ പലതും നിനക്ക് തരാം, പലതിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, പലതും നമുക്ക് പിശാച് തന്ന് നമ്മെ നിത്യജീവന്റെ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുമെന്ന് അനേകർ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ആ ചോദ്യമുണ്ടായിരിക്കണം, എന്ത്? ഇതെന്നെ യേശുവിൽ നിന്ന് അകറ്റുന്നതാണോ? ഈ വിവാഹം എന്നെ കർത്താവിൽ നിന്ന് അകറ്റുന്നതാണോ? ഈ ജോലി എന്നെ കർത്താവിൽ നിന്ന് അകറ്റുന്നതാണോ? ഞാൻ ഇന്ന ബിസിനസ് ചെയ്താൽ അതെന്നെ ആത്മീയ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതാണോ? അതെന്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി തീരുന്നതാണോ? എന്ന് പ്രിയപ്പെട്ടവരെ, അനേകരും ഇന്ന് അങ്ങനെയുള്ള ചിന്തയില്ലാതെ വിവാഹ ജീവിതത്തിലേക്കും ഔദ്യോഗിക ജീവിതത്തിലേക്കും ഈ ലോകത്തിലെ പല കാര്യങ്ങളിലേക്കും ഇറങ്ങി പോകുന്നത് കൊണ്ട് അനേകരുടെ ആത്മീയ ജീവിതം മുരടിച്ച് കൂട്ടായ്മയിൽ വരാൻ കഴിയാതെ പ്രിയപ്പെട്ടവരെ, അനേകരിന്ന് ഒന്നിലുമല്ലാത്ത ഒരു അനുഭവത്തിലായി തീർന്നിരിക്കുന്ന അവസ്ഥകളുണ്ട്. നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം, കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഇതെന്റെ ജീവിതത്തില്, എന്റെ ആത്മീയ ജീവിതത്തിന്, യേശുവെ, നിന്നോടുകൂടെയുള്ള എന്റെ ജീവിതത്തിന് ഇത് തടസ്സമാകുമോ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരം, പ്രിയപ്പെട്ടവരെ, അത് കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് തരുന്നത്. നാം അനേകരും ഇന്ന് നിത്യജീവന്റെ ഉടമകളാണോ എന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ നിത്യജീവൻ ഇല്ലെങ്കിൽ എന്താണ് പ്രിയപ്പെട്ടവരെ കുഴപ്പം? മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരു മനുഷ്യന് നിത്യജീവൻ കൂടിയേ കഴിയുമെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിത്യജീവൻ ഇല്ലാത്തവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തില് നിത്യജീവൻ കൂടിയേ കഴിയുമെന്നില്ല. എന്നാൽ ഈ മരണത്തിനപ്പുറം, പ്രിയപ്പെട്ടവരെ, നിത്യതയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോഴാണ് ഇവിടെ നിത്യജീവന്റെ ഓഹരിക്കാരായി ജീവിച്ചില്ല എങ്കിൽ അതിന്റെ പരിണിതഫലങ്ങൾ നാം അനുഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ജീവിക്കുമ്പോൾ നാം സ്വായത്തമാക്കേണ്ടതാണ്, സ്വന്തമാക്കേണ്ടതാണ്, അവകാശമാക്കേണ്ടതാണ് നിത്യജീവൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് തരാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പനൊരു ആത്മീയനായതുകൊണ്ട് എനിക്ക് ആത്മീയം കിട്ടണമെന്നില്ല. എൻ്റെ അപ്പൻ എത്ര ഉന്നതമായ ആത്മീയ നിലവാരത്തിലായിരുന്നു എന്നുള്ളതുകൊണ്ടും ഞാൻ ആത്മീയനാകണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു ആത്മീയ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് കൃപയാൽ എൻ്റെ കർത്താവ് തന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കൊരിക്കലും അത് കിട്ടണമെന്നില്ല, എൻ്റെ മക്കൾക്ക് കിട്ടണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ്, ആത്മീയ ജീവിതം പാരമ്പര്യമായിട്ടോ പൂർവികരിൽ നിന്നോ പകർന്നു കിട്ടുന്നതാണെന്ന് ഒരിക്കലും ധരിക്കരുത്. അങ്ങനെ കിട്ടിയിട്ടുള്ളവരും ഈ ഭൂമിയിലുണ്ട് പ്രിയപ്പെട്ടവർ. എന്നാൽ നാം മനസ്സിലാക്കണം, ആത്മീയ ജീവിതം മനുഷ്യന് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ്. നിത്യജീവൻ തരാൻ യേശുക്രിസ്തുവിന് മാത്രമേ അധികാരമുള്ളൂ.
പാപം മോചിക്കാൻ, പാപം ക്ഷമിക്കാൻ യേശുക്രിസ്തുവിന് മാത്രമേ അധികാരമുള്ളൂ എന്ന്. ദൈവത്തിന് സ്തോത്രം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ദൈവമക്കളെ, എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കിട്ടുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെയോ നമ്മെ തന്നെ സമ്പൂർണ്ണ യാഗമായി യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് അന്നുവരെയും ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് അനുതാപത്തിന്റെ കണ്ണുനീരുകൊണ്ട് അരുമനാഥന്റെ കാൽപാദം കഴുകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ഇതുവരെയും ഞാൻ ജീവിച്ചത് തെറ്റായി പോയി എന്നും ഇനി അങ്ങനെ ജീവിക്കുകയില്ല എന്നും എന്റെ കർത്താവിന് വേണ്ടി ഒരു പുതുക്കപ്പെട്ട ജീവിതം നയിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ജീവിതത്തിൽ തീരുമാനവും സമർപ്പണവും വരുമ്പോഴാണ് നമുക്ക് ആത്മാവിൽ ജീവൻ കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ ഇല്ലെങ്കിൽ നാം നിത്യനാശത്തിലേക്ക് പോകും. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം വായിക്കാം. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്ങളിലേക്കും പോകും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ തന്നെ 41. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. ദൈവത്തിന് സ്തോത്രം. ഇടത്തുള്ളവരോട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അവരെ ഇവിടെ പറഞ്ഞിരിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണെന്ന്. ദൈവമക്കളെ, എന്താണ് അവർ ശപിക്കപ്പെട്ടവരായി തീരാൻ? അവർ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ആ നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെട്ടു പോകാൻ കാരണം എന്താണ്? ആരാണ് അവർ ഇടത്തുള്ളവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം മനുഷ്യനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്: ചെമ്മരിയാടും കോലാടും, ഇടത്തുള്ളവരും വലത്തുള്ളവരും. പ്രിയപ്പെട്ടവരെ, നിത്യജീവനുള്ളവരും നിത്യജീവനില്ലാത്തവരും. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ പറയുന്നിരിക്കുകയാണ്, അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീനെന്ന്. ദൈവമക്കളെ, നിത്യജീവനില്ലാത്തവർക്ക് ലഭിക്കുന്ന ഓഹരി അതാണ്. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ആ നിത്യാഗ്നിയിലേക്ക് നാം തള്ളപ്പെട്ടു പോകുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 25-ന്റെ വായിക്കാം. അവർ നിത്യദണ്ഡനത്തിലേക്കും ഇടത്തുള്ളവർ അല്ലെങ്കിൽ പാപികൾ അല്ലെങ്കിൽ പാപം വിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം നയിക്കാത്തവര്, പാപത്തിൽ ജീവിച്ച് പാപത്തിൽ തന്നെ മരിക്കുന്നവര്, അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇതാണ് നിത്യജീവനുള്ളവരും നിത്യജീവനില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. നിത്യജീവനില്ലാത്തവര് നിത്യദണ്ഡനത്തിലേക്കും, നിത്യജീവനുള്ളവർ, പ്രിയപ്പെട്ടവരെ, നിത്യപ്രകാശത്തിലേക്ക്, യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് നാം കടന്നു പോകേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നാം ഏത് രാജ്യത്തിലേക്ക് പോകാനാണ് കാത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട, ഇവിടെ ജീവിക്കുമ്പോഴാണ് അത് നാം തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് നിത്യജീവൻ പ്രാപിക്കാൻ അവസരമുള്ളൂ. ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ മരണത്തിനപ്പുറം ഒരു മനുഷ്യന് മാനസാന്തരമില്ല, അനുതാപമില്ല, ഏറ്റുപറച്ചിലില്ല. പ്രിയപ്പെട്ടവരെ, ഈ ശരീരം വിടുമ്പോൾ ഏത് അനുഭവത്തിലാണോ കടന്നു പോകുന്നത്, അതാണ് നമ്മുടെ നിത്യത. നാം ചിന്തിക്കാറുണ്ടോ, ഇന്ന് ഞാൻ കടന്നുപോയാൽ എൻ്റെ നിത്യത എവിടെയാണെന്ന്? ദൈവമക്കളെ, നാം എപ്പോഴും എളിമയോടെ ചിന്തിക്കേണ്ടതും ദൈവമുഖത്തേക്ക് നോക്കി ചോദിക്കേണ്ടതുമാണ്: കർത്താവേ, എൻ്റെ ആത്മാവിൽ എനിക്ക് ജീവനുണ്ടോ? എൻ്റെ കർത്താവേ, എനിക്കിപ്പോൾ മാനസാന്തരമുണ്ടോ? എനിക്ക് നിത്യജീവനുണ്ടോ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എങ്ങനെ അറിയാം ഈ ജീവനുണ്ടോ എന്ന്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിന് ആഹാരം ആവശ്യമുണ്ടെങ്കിൽ നമുക്കറിയാം അതിന് വിശപ്പുണ്ട്, വെള്ളം ആവശ്യപ്പോൾ ദാഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മരുന്ന് ആവശ്യമുള്ളത് എപ്പോഴാ? രോഗം വരുമ്പോഴാണ്. എന്നാൽ ആത്മാവിന്റെ കാര്യം പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്ക് യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കാനുള്ള ആശയുണ്ടോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ആശയുണ്ടോ എന്ന്. നമ്മുടെ കുറവുകളെല്ലാം എണ്ണി എണ്ണി ഏറ്റുപറഞ്ഞ്, കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് നാം ദിനംതോറും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കാനുള്ള ഒരു ദാഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ നിസ്സാരനായ എൻ്റെ അനുഭവത്തോട് ചേർത്ത് ഞാൻ പറയും, എൻ്റെ 34 വയസ്സ് വരെ ഞാൻ ഈ ലോകത്തിൻ്റെ അടിമയായി ജീവിച്ച കാലത്ത് ഒരിക്കലും
എനിക്ക് യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കണമെന്നോ, തിരുവചനം വായിക്കണമെന്നോ, പ്രാർത്ഥിക്കണമെന്നോ, കൂട്ടായ്മ ആചരിക്കണമെന്നോ, കുടുംബ പ്രാർത്ഥന നടത്തണമെന്നോ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് ഒരു താല്പര്യമോ ഒരു നിഷ്ഠയോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കൃപയാൽ എനിക്കൊരു മാനസാന്തരം കിട്ടിയ ആ കാലങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എനിക്ക് കൂട്ടായ്മ കൂടാൻ എന്ത് ദാഹമായിരുന്നു എന്ന്, എനിക്ക് മുഴങ്കാലും മുഴക്കി പ്രാർത്ഥിക്കാൻ എന്ത് ദാഹമായിരുന്നു എന്ന്, യേശുക്രിസ്തുവിന്റെ വചനം മുഴങ്കാലിലിരുന്ന് വായിക്കാൻ എന്ത് ദാഹമായിരുന്നു എന്ന്. ദൈവമക്കളെ, അനുതാപത്തിന്റെ കണ്ണുനീര് അറിയാതെ ഒഴുകി വന്ന കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ദേശത്ത് ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞത്, ഇനി എവിടെ കൂട്ടായ്മയുണ്ടെങ്കിലും എന്നോട് പറയണം, ഞാൻ പോരുന്നുണ്ട് എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നാൽ പിന്നീട് വന്നപ്പോൾ അവരാരും കൂട്ടില്ലെങ്കിലും ഞാൻ ഏകനായി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ തിരുവചനം കേൾക്കാൻ അനേകം മൈലുകൾ നടന്ന കാലങ്ങൾ. ദൈവത്തിന് കാരണം എൻ്റെ ഉള്ളിലൊരു ദാഹം, പ്രിയപ്പെട്ടവരെ, ഞാൻ അറിയാതെ തന്നെ എനിക്കൊരു ആശ വന്നു, അല്ലെങ്കിൽ എനിക്ക് വചനം കേൾക്കാനുള്ള വിശപ്പ് വന്നു, വചനം കേൾക്കാനുള്ള ആർത്തി വന്നു. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾക്ക് വചനം കേൾക്കാനുള്ള ആർത്തിയുണ്ടോ? ദൈവമക്കളോടൊരു സ്നേഹമുണ്ടോ? യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച, കറപറ്റാതെ ജീവിക്കണമെന്ന് തീരുമാനമുള്ള ദൈവമക്കളെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൊരു സ്നേഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തുവിനെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, പ്രിയപ്പെട്ടവരെ, അവൻ കള്ളനാണ്, അവൻ കപടഭക്തിക്കാരനാണ്. നാം ചിന്തിച്ചു നോക്കണം. യേശുക്രിസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ മക്കളോടും നമുക്ക് സ്നേഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം എവിടേക്ക് പോകും? പ്രിയപ്പെട്ടവരെ, നിത്യജീവങ്കലേക്ക് പോകുമോ അതോ നിത്യ ദണ്ഡനത്തിലേക്ക് പോകുമോ? നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് കർത്താവ് പറഞ്ഞത്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവാകുന്ന ആ നല്ല ഇടയന്റെ ശബ്ദം കേട്ട് അവന്റെ പിന്നാലെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നാമെങ്കിൽ കർത്താവ് പറയുകയാണ്, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, യേശുക്രിസ്തുവിനെ പിൻപറ്റാനുള്ള ഒരു ശരിയായ സമർപ്പണം നമുക്ക് വന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കാറുണ്ടോ? ദൈവമക്കളെ, നാം കർത്താവിന്റെ പിന്നാലെയാണോ യാത്ര ചെയ്യുന്നത്? നാം കർത്താവിന്റെ മക്കളാണെന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടോ? ദൈവമക്കളെ, കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് നിത്യജീവൻ തരുന്നവനാണ്. വായിച്ചു കേൾക്കാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവ് പറയുകയാണ്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ദൈവമക്കളെ, ഉയർത്തെഴുന്നേൽപ്പ് നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കുമുണ്ട്, പാപികൾക്കും പ്രിയപ്പെട്ടവരെ നീതിമാന്മാർക്കും ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എന്നാൽ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിൽ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് പറഞ്ഞു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ അവൻ്റെ കാഹളനാദം മധ്യാകാശത്തിൽ കേൾക്കുമ്പോൾ നാം ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ മാത്രമേ സ്വർഗീയ കാഹളം നാം കേൾക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എങ്കിൽ മാത്രമേ വിശുദ്ധന്മാർ ഉയർക്കുന്ന നിരയിൽ നാം ഉയർക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം വായിക്കാം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നാണ് നിത്യജീവൻ കിട്ടുന്നത്? പുത്രനെ നോക്കിക്കൊണ്ട്
അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത് തന്നെ മനുഷ്യന് നിത്യജീവൻ പ്രാപിക്കാനാണ്. ആത്മീയ മരണം പേറുന്ന മനുഷ്യന് ആത്മീയ ജീവൻ പ്രദാനം ചെയ്യുവാനാണ് യേശുക്രിസ്തുവിനെ വിട്ടത്. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. 6-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കർത്താവ് പറയുകയാണ്, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് ആരോട് ചോദിച്ചാലും പറയും, ഞാൻ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ഞാൻ യേശുക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്. എല്ലാ മനുഷ്യനും പറയുന്നതാണ്. എന്നാൽ ദൈവമക്കളെ, വാസ്തവമായും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് ഇന്ന് വളരെ കുറവാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മാത്രമാണ് രക്ഷകനെന്ന് പറയുമ്പോൾ അനേകരുടെ മുഖം പാടും. യേശുക്രിസ്തു മാത്രമാണ് നിത്യജീവൻ തരുന്നവനെന്ന് പറയുമ്പോൾ അത് അനേകർക്ക് സന്തോഷമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കാരണം എന്താ? അവര് പഠിച്ചു വെച്ചിരിക്കുന്നത്, അവർ കേട്ടു വളർന്നിരിക്കുന്നത്, പലരും പഠിപ്പിച്ചിരിക്കുന്നത് മറ്റു പല മാർഗങ്ങളിലൂടെയും ആത്മീയമായ ജീവൻ ലഭിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യം നാം വായിച്ചു കേട്ടു, ഏറ്റവും കൂടുതലെന്ന് സഭകളിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വാക്യമാണ്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്തതിന് നിത്യജീവനുണ്ട് എന്ന്. ദൈവമക്കളെ, ഇന്ന് ഒരു മരണ വീട്ടിൽ ചെന്നാൽ ആരെങ്കിലും നാശത്തിലേക്ക് പോകുമെന്ന് പ്രസംഗിച്ച് കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, മരിച്ചവർക്ക് വേണ്ടിയല്ല പ്രസംഗിക്കുന്നതെന്നാൽ ജീവനോടെ വന്നിരിക്കുന്ന ഏതെങ്കിലും മനുഷ്യന് ഒരു പാപബോധം കിട്ടാൻ, ആത്മാവിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് കിട്ടാൻ, സഹോദര, ഇങ്ങനെ ജീവിച്ചാൽ നിത്യനാശത്തിലേക്ക് പോകുമെന്ന് ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എവിടെ ചെന്നാൽ കേൾക്കാൻ കഴിയും ആത്മാവിന്റെ വചനം? എവിടെ ചെന്നാൽ കേൾക്കാൻ കഴിയും നിത്യജീവന്റെ വചനം? പ്രിയപ്പെട്ടവരെ, എവിടെ ചെന്നാൽ കേൾക്കാൻ കഴിയും പാപം വിട്ട് ജീവിക്കണമെന്ന്? എന്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്താണ് നാം ഇന്ന് ഊന്നിപ്പറയേണ്ടത്? മനുഷ്യൻ പാപത്തോട് യാത്ര പറഞ്ഞ് യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കണമെന്ന്. എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പാപത്തിനും അവന്റെ ആത്മീയ മരണത്തിനുമെന്ന് ലഘുവായ ചികിത്സ ലഭിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. പാപം സാരമില്ല, എല്ലാവരും ബലഹീനരാണ്, ദൈവം കരുണയാണ്, ദൈവം സ്നേഹമാണ്, ഇതെല്ലാം സത്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ മനുഷ്യന്റെ ബലഹീനതയില് ബലം പകരാൻ, മനുഷ്യന്റെ പരാജയങ്ങളിൽ ജയം നൽകാനാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നും ബലഹീനനാണെന്നും പറഞ്ഞ് പാപത്തിൽ ജീവിക്കാനല്ല, ഞാൻ മനുഷ്യനാണെന്നും പറഞ്ഞ് പാപത്തിൽ ജീവിക്കാനല്ല, പിന്നെയോ എനിക്ക് ബലഹീനതയുള്ളതുകൊണ്ട്, എനിക്ക് കുറവുകളുള്ളതുകൊണ്ട്, ഞാൻ നിസ്സാരനായതുകൊണ്ട്, എനിക്ക് ജയിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അനേകം ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശില് പാപത്തെയും മരണത്തെയും പിശാചിനെയും ജയിച്ച് ജയാളിയായി ഇന്ന് ജീവിക്കുന്നത്. സഹോദര, ആ യേശു നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? സഹോദരി, ആ ജയാളിയായ ക്രിസ്തുവിനെയാണോ നീ പിൻപറ്റുന്നത്? എങ്കിൽ നിനക്ക് ജയമുണ്ട്, എങ്കിൽ നിനക്ക് ആത്മാവിൽ ജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം, ഞാൻ യേശുക്രിസ്തുവിനെയാണോ പിൻപറ്റുന്നത്? ദൈവമക്കളെ, ഈ തിരുവചനം മുഴുവനും നാം വായിക്കും പഠിക്കുമ്പോൾ യേശുക്രിസ്തു അല്ലാതെ ഒരു രക്ഷകനില്ല പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു അല്ലാതെ ഒരു വീണ്ടെടുപ്പുകാരനില്ല പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു അല്ലാതെ ആരും പാപിക്ക് വേണ്ടി മരിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. അവനാണ് രക്ഷകൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ദൈവത്തിന് മനുഷ്യനോടുള്ള യഥാർത്ഥമായ സ്നേഹം? 1 യോഹന്നാൻ 4:9 മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം. എന്താണ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം? ഏതാണ് യഥാർത്ഥമായ സ്നേഹം? വായിച്ചു കേൾക്കാം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിന് സ്തോത്രം. എന്തിനാ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തേക്ക് അയച്ചു എന്നുള്ളത്? അതാണ് ദൈവത്തിന്റെ സ്നേഹം. വായിക്കാം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിച്ചതല്ല, മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടല്ല. വായിച്ചോ. അവൻ നമ്മെ സ്നേഹിച്ചു. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ
സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് സാക്ഷാൽ സ്നേഹം? ഈ പാപികളായ നമ്മെ പിതാവായ ദൈവം സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഏകജാതനായ തിരുക്കുമാരനെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ചതാണ് സാക്ഷാൽ സ്നേഹം, യഥാർത്ഥ സ്നേഹം. പ്രിയപ്പെട്ടവരെ, നിത്യമായ സ്നേഹം. യേശുക്രിസ്തുവിനെ എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ ഭൂമിയിലേക്ക് അയച്ചതാണ് നിത്യമായ യഥാർത്ഥമായ സാക്ഷാലുള്ള സ്നേഹം. ദൈവത്തിന് സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 5:10 മുതൽ നമുക്ക് വായിച്ചേക്കാം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായകയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ദൈവത്തിന് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവമക്കളെ, എന്താണ് ഒരു ഭക്തന്റെ, ഒരു ദൈവവിശ്വാസിയുടെ, യേശുക്രിസ്തുവിന്റെ ആത്മാവുള്ളിൽ വസിക്കുന്ന ഒരു ഭക്തന്റെ ഉള്ളിലെ സാക്ഷ്യം എന്താണ്? റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയും എന്താണ് സാക്ഷ്യമെന്ന്. മനുഷ്യന്റെ ഉള്ളിലുള്ള സാക്ഷ്യം എന്താണെന്ന്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവുദാനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. അത് മറ്റാരെങ്കിലും പറയുന്നതല്ല, പിന്നെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ഭക്തന്റെ ഉള്ളില്, ഒരു വിശ്വാസിയുടെ ഉള്ളില്, ഒരു ദൈവത്തിന്റെ ഉള്ളിലിരുന്ന് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന്, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവുദാനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, അങ്ങനെ ഒരു സാക്ഷ്യം എൻ്റെ ഹൃദയത്തിലുണ്ടോ? എൻ്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് പറയാറുണ്ടോ, മകനേ നീ എൻ്റെ വകയാണെന്ന്, ഞാൻ നിന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണെന്ന്, മകനെ ഞാൻ നിനക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെന്ന്, എൻ്റെ കുറ്റമില്ലാത്ത രക്തം നിന്റെ കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഞാൻ കാൽവരിയിൽ ചിന്തിയതല്ലേ എന്ന് നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവുദാനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സാക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം പാപം വരാതെ നമ്മെ തന്നെ സൂക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം എവിടെ നിന്നാലും ഒരു കൂട്ടായ്മക്കാരില്ലെങ്കിലും, അപ്പനോ അമ്മയോ ഭാര്യയോ മക്കളോ നമ്മെ അറിയുന്നവരാരുമില്ലെങ്കിലും, ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ബോധ്യമുണ്ടെന്ത്, ഞാൻ യേശുക്രിസ്തുവിന്റെ പൈതലാണ്, ഞാൻ സാധാരണക്കാരനല്ല, ഞാനൊരു ലോക മനുഷ്യനല്ല, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവനാണെന്ന്. ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സൂക്ഷ്മതയുണ്ടോ? അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? ദൈവമക്കളെ, ആ സാക്ഷ്യം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തെ നാം അസത്യവാദിയാക്കുകയാണ്. എന്ത്? അവന്റെ വചനം നാം വിശ്വസിക്കുന്നില്ല, അവന്റെ വചനം നാം കൈക്കൊള്ളുന്നില്ല. ദൈവമക്കളെ, നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നവരാണോ? നമ്മുടെ കണ്ണുകളെ നമുക്കൊരു നിമിഷം അടയ്ക്കാം. ആ കുരിശിലേക്ക് നോക്കി, എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ തരാൻ ആരോരും തുണയില്ലാത്തവനായി അതിവേദനപ്പെട്ട് കാൽവരിയുടെ ഉന്നതങ്ങളിൽ കിടന്ന്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അലറി വിളിക്കുന്ന ആ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ക്ഷണിക്കുമോ? മകളെ, അവന് ദാഹമുണ്ട്. കാൽവരി ക്രൂശിൽ കിടന്ന് അവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന്. എന്റെ സഹോദര, നിന്നെ പ്രതിയാണ് എന്റെ യേശുവിന്റെ ദാഹം. യൗവനക്കാരി, നിന്നെ പ്രതിയാണ് എന്റെ യേശുവിന്റെ ദാഹം. ദൈവത്തിലെ ഒരു വാക്ക് നീ പറയുമോ? എന്റെ യേശുവേ, എന്നെ തന്നെ ഇപ്പോൾ നിന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നെന്ന്. നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, എനിക്ക് നിത്യജീവന്റെ ഓഹരി തരണമേ, എന്നെ പാപബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. നിന്റെ പൈതലായി ജീവിപ്പാൻ നിന്റെ കരുണയുടെ കരം അടിയങ്ങളുടെ മേൽ വെക്കണമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.